കരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അപകട സ്ഥലത്തെ ദൃശ്യങ്ങളാണ്, ആദ്യ ദൃശ്യങ്ങളാണ്. അപകടത്തിന് ശേഷമുള്ള ആദ്യ ദൃശ്യങ്ങളാണ്. എത്രത്തോളം ഭീകരമായ അപകടമാണ് അവിടെ ഉണ്ടായത് എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ്. മാതൃഭൂമി ന്യൂസ് പ്രതിനിധി ബിജു ഭാസ്കറാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത്. ബിജു, ഇടയ്ക്ക് റേഞ്ചിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അത് നമുക്ക് നന്നായി കേൾക്കാൻ കഴിയാതെ പറയുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്താണ്? ഇത് വേദി വല്ലതും തകർന്നതാണോ? ഇപ്പോൾ ആ ആളുകൾ തിക്കിത്തിരക്കിനിടയിൽ ഒരു കെട്ടിടത്തിന് മുകളിലേക്കൊക്കെ വലിഞ്ഞു കയറുന്ന കാണുന്നു. താൽക്കാലികമായി നിർമ്മിച്ച കെട്ടിടത്തിന് മുകളിലേക്കൊക്കെ വലിഞ്ഞു കയറുന്ന കാണുന്നുണ്ടായിരുന്നു. ആ സ്ഥലമാണോ ഇത്? അതെ അതെ അല്ല, അത് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം തന്നെയാണല്ലോ. ഈ കൊച്ചു പിള്ളേരുടെ ചെരുപ്പ് ഈ കുട്ടികളുടെ ഒരു, നമുക്കത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ഇതൊരു അവസ്ഥ ദയനീയ അവസ്ഥയാണ്. ഇങ്ങനെ കാണിക്കുന്നതിൽ വളരെയധികം വിഷമമുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു സംഭവം നടത്തുമ്പോൾ അതെങ്ങനെ നടത്തണം, എന്താണ് അത് ചെയ്യേണ്ടത്, അതിനുള്ള ഒരു മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കി. ആൾക്കാർ ഓടിയപ്പോൾ ചുറ്റുപാത്രം ഉൾപ്പെടെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇതായിട്ട് കിടപ്പുണ്ട്. ഇതൊരു വല്ലാത്തൊരു ദയനീയ കാഴ്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിദയനീയമായ കാഴ്ചയാണ്. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ സംഭവിച്ചു? അതിദയനീയമായ കാഴ്ചയാണ്. കുട്ടികളുടെ ചെരുപ്പുകൾ ഉൾപ്പെടെ ആ ദൃശ്യങ്ങൾ കണ്ടു. ബിജു ഭാസ്കറാണ് തത്സമയം അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. ഈ രാത്രി ദുരന്ത ഭൂമിയിൽ എന്താണ് സ്ഥിതി എന്നത് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. നമുക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത അതിസങ്കടകരമായൊരു സാഹചര്യമാണ് തമിഴ്നാട്ടിലെ കരൂരിൽ ഉണ്ടായത്. ബിജു, ഇത് കുറേ ദൂരം ബിജു നടക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്തെല്ലാം ഈ ദൃശ്യങ്ങൾ കാണുന്നുമുണ്ട്. ഇത്രയധികം ചെരുപ്പുകൾ എന്ന് പറയുമ്പോൾ എത്രയധികം ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ 38 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മരണസംഖ്യ ഉയരുമെന്ന ആശങ്കയ്ക്കിടയിലാണ് ആ ദുരന്തഭൂമിയിൽ ഇത്രയധികം ചെരുപ്പുകൾ കാണുമ്പോൾ തന്നെ എത്ര പേർ അപകടത്തിൽപ്പെട്ടെന്ന് ബോധ്യമാവുകയല്ലേ? ரொம்ப ஒஸ்டான இதா இருக்கு. இந்த மாதிரி ஒரு ரொம்ப குறுகலான ஒரு இடத்துல இந்த மாதிரி ஒரு நிகழ்ச்சிகளாம் அனுமதி கொடுத்தது ரொம்ப வேதனையா இருக்குது. ஒரு அரசியல் கட்சி மீட்டிங் குழந்தைகள் எல்லாம் கூப்பிட்டு வர்றது எந்த விதத்துல ஒரு இதுங்கிறது இது தெரியல. அது ஆல்ரெடி 2 மீட்டிங் போயிருக்குது. அதுலயே எவ்வளவு இஷ்யூஸ் வந்திருக்குன்னு தெரிஞ்சு அதுக்கப்புறம் மறுபடியும் சின்ன ஒரு பாதையில ஒரு செலிபிரிட்டி கூப்பிட்டு வர்றப்ப என்ன நடக்குங்கிறது தெரியும். நார்மலா ஒரு கடை திறக்கிறதுக்கு வந்தாலே எவ்வளவு கூட்டம் வரும், என்ன பிரச்சனை வருங்கிறது தெரியும். அப்படி இருக்கிறப்போ இந்த குறுகலான ஒரு இடத்த கொடுத்து இதுல இத்தனை பேர், இந்த ஒரு செலிபிரிட்டி அது 2 டைம் நடந்துடுச்சு. திரும்ப இந்த மாதிரி ஒரு இது பண்றது தெரியாம எப்படி ஒரு கவர்மெண்ட்டுக்கு தெரியாதுங்க, ஒரு இது தெரியாம இருக்கு. ரொம்ப வேதனையா இருக்கு. அது குழந்தை இதானதெல்லாம் என்னால எல்லாம் ஏத்துக்க முடியாத ஒரு இதா இருக்கு. இதெல்லாம் ரொம்ப பாருங்க, ஒரு பால் பொட்டி கூட அங்க அந்த சைடு கிடக்குது. அப்ப அந்த குழந்தையெல்லாம் எதுக்கு எடுத்துட்டு வர்றாங்க சொல்றதுக்கே வேதனையா இருக்கு. விழிப்புணர்வு வேணும், பொதுமக்களுக்கும் விழிப்புணர்வு இருந்தா தான் இந்த மாதிரி கூட்டத்தில் குழந்தையெல்லாம் எடுத்துட்டு வரக்கூடாதுங்கிறது தாழ்வான கருத்துக்கள். അതാണ്, ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുമ്പോൾ കുട്ടികളെ കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ. കൂട്ട നെரிசல்ல കുഴந்தைയെല്ലാം കൊണ്ടുവരാമ இருக்கிறது ரொம்ப நல்லது. ഓക്കെ. രതീഷേ, ഞാനിപ്പോൾ ഇവിടുത്തെ 2 ആൾക്കാരുടെ ഒരു ഇത് ചോദിച്ചു. തുടർന്നോളൂ. ഞാൻ ഈ 2 ആൾക്കാരുടെ അടുത്ത് ഇതിപ്പോ ചോദിച്ചപ്പോൾ അവര് പറയുന്നത് ഇത് ഇങ്ങനത്തെ ഒരു ചെറിയ വഴിയിൽ ഇങ്ങനൊരു ഒരു പ്രൊസഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്ത സർക്കാരിനെതിരെയാണ് അവര് സംസാരിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി വരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ അപകടം ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷെ അതിന്റെ കൂടെ അവര് ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് കുട്ടികളെ കൊണ്ടുവരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് വിജയെ കാണാൻ താല്പര്യമുള്ള
ഒത്തിരി ആൾക്കാരുണ്ടാവും, അതുകൊണ്ടായിരിക്കാം കുട്ടികളെ കൊണ്ടുവന്ന്. പക്ഷെ ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞത് കുട്ടികളെ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ കൊണ്ടുവരരുതെന്നുള്ള രീതിയിലാണ്. നിരവധി ആളുകൾ ഇപ്പോഴും അപകട സ്ഥലത്തുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടി പ്രതികൾ ഉൾപ്പെടെയുള്ളവരാണ്. പോലീസിൻ്റെ പരിശോധന അവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നിയന്ത്രണം, വാഹന നിയന്ത്രണം ഉൾപ്പെടെ ഉണ്ട്. ഒരു അപകട സ്ഥലമാണ്, അതിൻ്റേതായ ക്രമീകരണമുണ്ട്.